രൂപ മുതൽ വിലയുള്ള വിവോ Y300 5Gയിലും ഇതേ ചിപ്പ് തന്നെയാണ് ഉള്ളത്. 2025-ൽ 10,000 രൂപയിൽ താഴെ വിലയുള്ള ചില ഫോണുകളിലും സ്നാപ്ഡ്രാഗൺ ചിപ്പ് കാണാം. അവസാനമായി വിവോ Y400 5G ആൻഡ്രോയിഡ് 15-നൊപ്പം വരുന്നു. പുതിയ ഫോൺ ടച്ച് S15 പുതിയ AI സവിശേഷതകൾ, സർക്കിൾ ടു സെർച്ച്, AI നോട്ട് അസിസ്റ്റ്, AI ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ് പോലുള്ളവ എന്നിവയും മറ്റ് യൂട്ടിലിറ്റികളും വാഗ്ദാനം ചെയ്യുന്നു. ആർക്കാണ് ഇത്? അതിന്റെ സവിശേഷതകൾ അനുസരിച്ച് വിവോ Y400 5G രൂപകൽപ്പന, ബാറ്ററി ലൈഫ്, ദൈനംദിന ഉപയോഗത്തിനായി നല്ല അമോൾഡ് സ്ക്രീൻ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന 22,000 രൂപയിൽ താഴെ വിലയുള്ള ഫോൺ തിരയുന്ന ഉപയോക്താക്കളെ ലക്ഷ്യം വച്ചുള്ളതാണ്. വിവോ Y സീരീസ് സാധാരണയായി ഓഫ്ലൈൻ വിപണികളെയാണ് ലക്ഷ്യമിടുന്നത്. അതിനാൽ വാങ്ങുന്നതിനു മുമ്പ് ഫോൺ കാണാനും പിടിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടുത്തുള്ള ഒരു റീറ്റെയിൽ സ്റ്റോർ സന്ദർശിക്കുക. പ്രകടന സ്കോറുകൾ പിന്തുടരുന്ന ഓൺലൈൻ ആദ്യ എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമായി ടയർ 2, ടയർ 3 നഗരങ്ങളിൽ വളർച്ച കൈവരിക്കുന്നതിനായി വിവോ വിശ്വാസ്യത, നിർമ്മാണ നിലവാരം, ഓഫ്ലൈൻ സാന്നിധ്യം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നിരുന്നാലും നിങ്ങൾ കൂടുതൽ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫോണുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് IQ7, മോട്ടറോള എഡ്ജ് 60 ഫ്യൂഷൻ പോലുള്ളവ പരിഗണിക്കാം.